എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മളെന്നും നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, അവരുടെ തോട്ട്സ് അങ്ങനെയൊക്കെയാണ് നോക്കാറ് അല്ലേ? ഇന്ന് നമുക്ക് നോക്കാം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തിനെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളുടെ സ്നേഹം അവർക്ക് മനസ്സിലായിട്ടുണ്ടോ? അതിന് അവരെത്ര വാല്യൂ ചെയ്യുന്നുണ്ട്? അത് യഥാർത്ഥ അർത്ഥത്തിൽ തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ? നിങ്ങളുടെ ഫീലിങ്സ് എത്രത്തോളം അവരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. 2 പൈലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ പൈല് റോസ് കോട്ട്സ് ഏഞ്ചൽ വെച്ചിരിക്കുന്ന പൈലാണ്, വലിയ പൈല്, വലിയ കാർഡ്സ്. രണ്ടാമത്തത് ഗ്രീൻ അവഞ്ചറിൻ ഏഞ്ചൽ, ചെറിയ കാർഡ്സാണത്. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തോളൂ. 2 പൈലിൽ നിന്നും ഞാൻ കാർഡ്സ് എടുക്കും കേട്ടോ. ആദ്യത്തെ പൈല് റീഡ് ചെയ്തിട്ട് രണ്ടാമത്തെ പൈല് റീഡ് ചെയ്യും. ചൂസ് ചെയ്തോ? തുടങ്ങാം നമുക്ക്. ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇതിൽ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും എപ്പോഴും നിങ്ങൾ ഓർക്കണം, ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല എന്നുള്ള കാര്യം കേട്ടോ. ഓക്കെ, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് പേർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിൽ കൂടെ മാത്രമേ നിങ്ങളുടെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ തുടങ്ങാം നമുക്ക്. ആദ്യത്തെ സെറ്റുകാർക്ക് ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഫീലിങ്സ് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, എത്രത്തോളം അവരുടെ ഫീലിങ്സിനെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നൊന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിലുള്ള വാല്യൂ എന്താണ്, അവരുടെ ഫീലിങ്സ് അവരെത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു തരും. ഇത് പൈല് 1 കാർക്കുള്ളതാണ്, റോസ് കോട്ട്സ് ചൂസ് ചെയ്തവർക്ക്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിൻ്റെ സ്നേഹത്തിന് എത്രത്തോളം വാല്യൂ ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ചു തരും. കുറച്ച് കാർഡ്സേ എടുക്കുള്ളൂ കേട്ടോ. എടുക്കട്ടെ? ഓക്കെ, 9 ഓഫ് കപ്സ്, എംപ്രസ്, വെരി ഗുഡ്. എംപറർ, ഓക്കെ. ജഡ്ജ്മെൻറ്റ്. ക്ലാരിഫൈ ചെയ്യേണ്ട കാർഡ്സ് വരുമ്പോൾ ഞാൻ ക്ലാരിഫൈ ചെയ്യും കേട്ടോ. 3 കാർഡ് കൂടെ എടുക്കാം. ക്വീൻ ഓഫ് വാൻഡ്സ്, Eight of Cups, Star, bottom of the deck, King of Cups. ഓക്കെ, കിങ് ഓഫ് കപ്സ് ആണ്. ഇവിടെ എനിക്ക് ഡൗട്ട് വന്ന 2 കാർഡ് ജഡ്ജ്മെൻറ്റും 8 ഓഫ് കപ്സും ആണ്. ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്. എന്തുകൊണ്ടാണ് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് വന്നത് അവിടെ? എന്തുകൊണ്ടാണ് അവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് വന്നത്? ലവേഴ്സും ഹെയർ ഒഫൻഡും ആണ് വന്നത്. എക്സ്പ്ലെയിൻ ചെയ്യാം അവിടെ എത്തുമ്പോൾ കേട്ടോ. ക്ലാരിഫൈ 8 ഓഫ് കപ്സ്, ക്ലാരിഫൈ 8 ഓഫ് കപ്സ്, ക്ലാരിഫൈ 8 ഓഫ് കപ്സ്. Six of Pentacles ആൻഡ് മൂൺ. ഓക്കെ, കാര്യം മനസ്സിലായില്ലേ? നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അവിടെ വാല്യൂ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ഫീലിങ്സ് അവർ നല്ലോണം മനസ്സിലാക്കിയിട്ടുമുണ്ട്, അതിനെ ഒരുപാട് റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്, അവർക്കതിൽ അതിയായ സന്തോഷവുമുണ്ട് കേട്ടോ. നിങ്ങളവരെ ഏത് ലെവലിലാണ് അവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നതെന്നൊക്കെ അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. തിരിച്ചും അതേപോലെ നിങ്ങളെയും നിങ്ങൾ അവരെ എന്നും ലൈഫിൽ വേണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു എന്നവർ മനസ്സിലാക്കേണ്ടത്. തിരിച്ചും അതുപോലെ തന്നെയാണ്. തിരിച്ചും അവർ നിങ്ങളെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. നിങ്ങൾ തിരിച്ചങ്ങോട്ട് എംപ്രസും എംപററും ഒന്നിച്ച് അടുത്തടുത്ത് വന്നിരിക്കുക.
നിങ്ങൾ അവരെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ടാണ് കാണുന്നത് എന്ന് അവർ നല്ലോണം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അവരുടെ ലൈഫിലെ എംപറസ് അല്ലെങ്കിൽ എംപറർ സാന്നിധ്യമാണ്. നിങ്ങൾ ഏറ്റവും ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള പേഴ്സണാണ് ഇവർക്ക് എന്ന് ഇവർ കരുതുന്നു കേട്ടോ. നിങ്ങൾ തിരിച്ചും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇവരോടായിരിക്കും ഷെയർ ചെയ്യേണ്ടാവുക. അവരത് എക്സ്പെക്റ്റ് ചെയ്യുന്നുമുണ്ട്. നിങ്ങൾ അവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയണം, അവർ നിങ്ങൾക്കൊരു താങ്ങായി നിൽക്കണം എന്നൊക്കെ തന്നെ അവരും ചിന്തിക്കുന്നു. സോറി, അവർ നിങ്ങൾക്കൊരു താങ്ങായി നിൽക്കണം എന്നൊക്കെ അവരും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. തിരിച്ച് നിങ്ങളുടെ കെയർ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നത് പോലെ അവർക്ക് ലൈഫിൽ വേറെ ആരും അവരെ കെയർ ചെയ്തിട്ടില്ല. ആ കെയറിങ് അവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതെന്നും അവരുടെ ലൈഫിൽ വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഹൈ ലെവലിലാണ് ഇവർ നിങ്ങളെ ഇവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നത്. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് തന്നെയാണ് ഉറപ്പായിട്ടും. ക്വീൻ ഓഫ് വോൺസ് വെച്ചിട്ട് അതവിടെ നിൽക്കട്ടെ. ഹെയറോഫൻറ്റ് വന്ന ഗ്രൂപ്പ് അവിടെ നിൽക്കട്ടെ. ക്വീൻ ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ കാണിക്കുന്ന ശ്രദ്ധ, ചുറ്റുമുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിൽ നിങ്ങൾ എടുക്കുന്ന ശ്രദ്ധ എല്ലാം ഇവർക്ക് ഒരുപാട് ബഹുമാനം ഉണ്ടാക്കുന്നുണ്ട്. തിരിച്ച് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഇവർക്ക് നല്ലോണം തന്നെ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ഇവരുമായിട്ട് അട്രാക്റ്റഡ് ആണ്. ഓക്കെ, റെസ്പെക്റ്റ് ഉണ്ട്. നിങ്ങൾ അവരെ അവരുടെ കഴിവുകളെ നിങ്ങൾ ആദരിക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു എന്നും ഇവർ, അതുപോലെ അട്രാക്റ്റഡും ആണ് എന്ന് ഇവർ. സ്നേഹം ആൻഡ് അട്രാക്ഷൻ വേറെ വേറെ ആണെന്ന് മനസ്സിലായല്ലോ. സ്നേഹത്തോടൊപ്പം തന്നെ നിങ്ങൾ അവരുമായിട്ട് അട്രാക്റ്റഡ് ആണ് എന്ന് ഇവർ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ലൈഫ് പാർട്ട്ണറായിട്ട് ഒരാൾ കൂടെ വേണമെന്ന് വിചാരിക്കുമ്പോൾ അവിടെ അട്രാക്ഷൻ നോർമലി ഉണ്ടാവുമല്ലോ അല്ലേ. അങ്ങനത്തെ, അല്ലാതെ മോശപ്പെട്ട രീതിയിലുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഒരു പ്രോപ്പർ ലൈഫ് ഒരുമിച്ച് വേണം, സ്റ്റേബിളായിട്ടുള്ളൊരു ലൈഫ് ഒരുമിച്ച് വേണമെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇവർ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഫീലിങ്ങിനെ അവർ ബഹുമാനിക്കുകയും ചെയ്യുന്നു കേട്ടോ. അവർക്കും തിരിച്ചങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഇന്ന് അവരുടെ കൂടെ വേണമെന്നൊക്കെ ഇവരും ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ 2 വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡങ്ങോടെ വന്നിരിക്കുന്നത് അല്ലേ. നിങ്ങൾ എപ്പോഴും ഇവരെ പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവരിയ്ക്കുന്നത് കേട്ടോ. അതേപോലെ തിരിച്ചും അവരും നിങ്ങളെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റായിട്ട് തന്നെയാണ് കരുതുന്നത്. നിങ്ങളുടെ ആ ഫീലിങ്ങിനെ അവർ അതിയായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അവർ ചിലപ്പോൾ അവർക്ക് തോന്നാറുണ്ട് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ്, അവരുടെ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് നിങ്ങൾ ഇവരെ ഇത്രയും സ്നേഹിക്കുന്നത് എന്നൊക്കെ ഇവർ ആലോചിച്ച് അതിശയപ്പെടാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ എന്നെ സ്നേഹിക്കാൻ ഒരാളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള രീതിയിൽ അവർ അതും ചിന്തിക്കാറുണ്ട് കേട്ടോ. അത്രയ്ക്ക് ഉള്ളൊരു നമ്മുടെ മെസ്സേജസിലൊക്കെ വരാറില്ലേ, യു ഡിസേർവ് എ ബെറ്റർ പേഴ്സൺ ദെൻ മീ എന്നൊക്കെ, അങ്ങനെയൊക്കെ അവർ വിചാരിക്കാറുണ്ട് കേട്ടോ. അത്രയും ഇഷ്ടമാണ് നിങ്ങളെ. നിങ്ങളുടെ സ്നേഹത്തിനെ അവർ നന്നായി തന്നെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. നല്ലപോലെ തന്നെ തിരിച്ച് റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരേ ഒരു കാര്യം അവർക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ട്, കുറച്ച് പിടിവാശി അങ്ങനെയൊക്കെ ഉണ്ട് എന്നും അവർക്ക് തോന്നാറുണ്ട് കേട്ടോ. ചില കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചുകൂടി ഇവരെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നും ഇവർ ചിന്തിക്കാറുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ കടുംപിടുത്തം പിടിക്കുന്നു, അത് ഉടനെ പ്രാവർത്തികമാക്കാൻ അവർക്ക് ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നും കൂടി ഇവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ക്ലാരിഫിക്കേഷൻ വേണ്ടി വന്ന ജഡ്ജ്മെൻറ്റിന് ലവേഴ്സും ഹെയറോഫൻറ്റും ആണ് അവിടെ വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് ഇവരോട് സ്നേഹമുണ്ട്, അവർക്കും നിങ്ങളോട് സ്നേഹമുണ്ട്. ലവേഴ്സ് വരും പറയുമ്പോൾ മ്യൂച്വലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ സ്നേഹവും അട്രാക്ഷനും എല്ലാം തന്നെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. മാരീഡ് ആയിരിക്കുന്ന സ്ഥിതിക്ക് അവിടെ ഒരു തീരുമാനമെടുത്തിട്ട് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ മാരീഡാണ്. അവിടെ പരസ്പര സ്നേഹമുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് അവിടെ. അത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ ക്ലിയർ ആയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതിലൊരു തീരുമാനം, ചിലരെങ്കിലും ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മറ്റ് ചിലർ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ,
അതായത് ഡിവൈനിനെ വിട്ടുകൊടുത്തിട്ട് നിൽക്കുന്ന കുറച്ച് പേരും ഉണ്ട്. കാരണം അവർക്ക് കാസ്റ്റ്, കൾച്ചർ, റിലിജ്യൻ അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് രണ്ട് സിനാറിയോ ആയിട്ട് എടുക്കാം. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്, അവിടെ ഈ സെപ്പറേഷൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് ഇവർക്കറിയാം. ആ സെപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. രണ്ടാമത് ഇവർ കുറച്ച് കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അതിനെ പറ്റിയൊക്കെ വളരെ ഇച്ചിരി ബോധവാനായിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ ആ ഫാക്ടേഴ്സ് നിങ്ങളുടെ റിലേഷനെ ബാധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അത് അന്യായമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഓക്കെ, അങ്ങനെയും ആവാം. കാരണം സ്നേഹമുണ്ട്, സ്നേഹം ഇവർ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷെ പെട്ടെന്നാണ് ഈ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാം പെട്ടെന്ന് ആണ് മനസ്സിൽ വന്നത്. അവിടെ നിങ്ങൾ ചിന്തിക്കുന്നു അത് അന്യായമല്ലേ, അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ചിലർക്കെങ്കിലും ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അവിടെ അവർ കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. ചിലർക്ക് കേസ് നടക്കുന്നുണ്ട്. അത് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത് ഇവർ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു കാസ്റ്റ്, കൾച്ചർ അങ്ങനെയുള്ളവർ ഡിവൈനിനെ വിട്ടിട്ട് നിൽക്കുന്നതായിട്ടും മറ്റേവർ ചിലർ കേസിൻ്റെ വിധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ആവശ്യം ഇതാണ്, പക്ഷെ പരസ്പര സ്നേഹം അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. അതവർ മനസ്സിലാക്കിയിട്ടുമുണ്ട്. അടുത്തത് ഇവിടെ ലോങ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നൊക്കെ ആലോചിക്കേണ്ടത്. നിങ്ങളെ ഇടയ്ക്കെങ്കിലും വന്ന് കാണണം, കോണ്ടാക്റ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വിചാരിച്ച രീതിയിൽ ഒരു കോണ്ടാക്റ്റ് ഇവരുടെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ, ഈ കാർഡിന് ഒരു ക്ലാരിഫിക്കേഷൻ കൂടി തരുവാൻ. ഈ വിവരം എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ആക്ഷൻ എന്തായിരിക്കും? അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ന്യൂ ബിഗിനിങ്ങുമായിട്ട് സണ്ണും ഡെത്തും ആണ് വന്നത്. സൺ കാർഡ് മറയ്ക്കണം കേട്ടോ. സണ്ണും ഡെത്തും ആണ് അവിടെ വന്നതിൻ്റെ ഫർദർ ക്ലാരിഫിക്കേഷൻ ചെയ്തപ്പോൾ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവർ ലോങ് ഡിസ്റ്റൻസിലാണ്. നിങ്ങൾ വിചാരിക്കുന്ന ലെവലിൽ ഒരു പക്ഷേ ഇവർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ കാര്യം അവരുടെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ പോകാനാണ് ആഗ്രഹം. ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇൻസെക്യൂറായിട്ട് ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങളുടെ ഫീലിംഗ് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവരത് റെസ്പെക്റ്റ് ചെയ്യുകയും നിങ്ങളുമായൊരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരാൻ, പോസിറ്റീവായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ തയ്യാറാണ് എന്നും ഇവിടെ കാണുന്നു. ഓക്കെ, ഓവറോൾ വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നുണ്ട്. അത്യാവശ്യം വേണ്ട മാറ്റങ്ങൾ അവരവരുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം എന്നും തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്തുള്ള ഒരേ ഒരു കംപ്ലൈൻറ്റ്, നിങ്ങൾക്ക് ഇച്ചിരി ഈഗോ പ്രശ്നമുണ്ട് എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ട്, നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ട്. ഓക്കെ, രണ്ടുപേരും തന്നെ ഈഗോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത പോലൊരു സിറ്റുവേഷനും അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ രണ്ടുപേരും തന്നെ ആലോചിച്ച് വർക്ക് ചെയ്ത് അതിന് വേണ്ട മാറ്റങ്ങൾ ചെയ്യണം. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് കിങ് ഓഫ് കപ്സ് ആയിരുന്നു. കിങ് ഓഫ് കപ്സ് നിങ്ങൾ പറയുന്നത് അവർക്ക് ഒരുപാട് സ്നേഹമുണ്ടെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അവരുടെ സൈഡിൽ നിന്ന് ആക്ഷൻ വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അത് ഇവർക്ക് മനസ്സിലായിട്ടുമുണ്ട്. ഓക്കെ, നിങ്ങൾ അവരോട് പറയണം ഈ സ്നേഹമുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് നല്ലോണം അറിയാം. പക്ഷേ കിങ് ഓഫ് കപ്സിൻ്റെ പ്രശ്നം എന്താണ്? സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് അനങ്ങാതെ ഇരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഓപ്പണായിട്ട് പറയുകയാണ് നിങ്ങളുടെ അടുത്തുനിന്ന് സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ട ആക്ഷൻ കൈകൊള്ളണമെന്ന് നിങ്ങൾ ഇവരുടെ അടുത്ത് പറയുന്നുണ്ട്. അത് ഇവർക്ക് മനസ്സിലായിട്ടുമുണ്ട്. ഇതിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുമോ? കിങ് ഓഫ് കപ്സിൻ്റെ കാര്യത്തിൽ നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും എടുക്കുമോ? അവിടെ പക്ഷേ ഒരു സ്ലോ പേസിൽ പോകുന്നതായിട്ട്, സ്ലോ ഡൗൺ എനർജിയാണ് കാണുന്നത്.
അവരാലോചിച്ചും കണ്ടും മാത്രമേ തീരുമാനിക്കുള്ളൂ എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ഡിമാൻഡ് സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആണെങ്കിലും അവരുടേതായിട്ടുള്ള സമയമെടുത്ത് മാത്രമേ മുന്നോട്ട് വരുള്ളൂ എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ ഇതായിരുന്നു പൈല് 1കാർക്ക്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പൈല് 1കാരുടെ പേഴ്സൺ അവരുടെ ഫീലിങ്സ് നന്നായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജസ് അവർക്ക് കൃത്യമായി തന്നെ മനസ്സിലായിട്ടുണ്ട്. അതിൽ ഒട്ടുമുക്കാൽ പേരും ആക്ഷൻ എടുക്കാൻ തയ്യാറുമാണ്. ചില ആൾക്കാർ കുറച്ച് സ്നേഹം ഒരുപാട് മനസ്സിൽ വെച്ചിട്ട് ഒരു സ്ലോയിങ് ഡൗൺ എനർജിയിലും ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരുന്നു. ഓവറോൾ പോസിറ്റീവ് ആണ് പൈല് 1കാർക്ക് കേട്ടോ. നമുക്ക് രണ്ടാമത്തെ പൈലുകാർക്ക് ഗ്രീൻ അവഞ്ചറിൻ ഏഞ്ചൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിനെ എത്ര വാല്യൂ ചെയ്യുന്നുണ്ട്, അവരുടെ ഫീലിങ്സിന് എത്ര വാല്യൂ ചെയ്യുന്നുണ്ട്, എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഫീലിങ്സ് എത്രത്തോളം എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്, ആ ഫീലിങ്സിന് അവർ എത്ര വാല്യൂ കൊടുക്കുന്നുണ്ട്, എത്ര മതിപ്പ് കൊടുക്കുന്നുണ്ട് എന്നെനിക്ക് കാണിച്ചു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഫീലിങ്സിന് എത്ര മതിപ്പ് കൊടുക്കുന്നുണ്ട്, അവരുടെ ഫീലിങ്സിനെ എത്ര വാല്യൂ ചെയ്യുന്നുണ്ട്, അവരെ എത്ര വാല്യൂ ചെയ്യുന്നുണ്ട്, വ്യൂവേഴ്സിൻ്റെ ഫീലിങ്സ് അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു തരും പ്ലീസ്. എടുക്കുകയാണേ. 3 of Cups, 9 of Pentacles, 8 of Cups, okay, Queen of Pentacles, Queen of Wands, Magician, Chariot, Ace of Cups, bottom of the deck. Clarify 3 of Cups. Please clarify 3 of Cups. Clarify 3 of Cups. Temperance, 4 of Wands. Okay. Clarify 8 of Cups. Clarify 8 of Cups. Clarify 8 of Cups. Clarify 8 of Cups. Queen of Cups and Death. ഓക്കെ, ഫസ്റ്റ് സെറ്റ് ഓഫ് കാർഡ്സ് നമുക്ക് 3 of Cups വിത്ത് ഞാൻ ക്ലാരിഫൈ ചെയ്തപ്പോൾ കിട്ടിയത് 4 of Wands ടെമ്പറൻസ്. അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കിയത് കേട്ടോ. അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെ ഒന്ന് ഫ്രണ്ട് സോൺ ചെയ്തിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ പ്രപ്പോസൊക്കെ ചെയ്ത് കാണും, അവിടെ നിങ്ങളെ ഫ്രണ്ട് സോൺ ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തണം. ആ ഫ്രണ്ട്ഷിപ്പ് മാറിയിട്ട് നിങ്ങളൊരു പ്രോപ്പർ റിലേഷൻഷിപ്പിൽ എത്തണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം. ഓക്കെ, അത് ഇവർ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതവർക്ക് അക്സെപ്റ്റബിളും ആണ് കേട്ടോ. അവർ ഓക്കെയാണ് അത് വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു സ്റ്റാറ്റസ് മാറിയിട്ട് ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പിൽ അവിടെ കാര്യങ്ങൾ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ഫീലിങ്സിനെ അവർ നല്ലോണം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് സ്വീകരിക്കുന്നതായിട്ടും അത് അവർ ഒരു ബാലൻസിൽ ആലോചിച്ച് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എടുത്ത് ചാടി തീരുമാനിച്ചിരിക്കുമെന്നല്ല നിങ്ങളുടെ പേഴ്സൺ. നന്നായി തന്നെ ആലോചിച്ചിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പായിട്ട്, ശരിയായിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് വരാൻ അവർ തയ്യാറാണ് എന്ന് തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ സ്നേഹം അവർ മുഴുവനായി മനസ്സിലാക്കിയിട്ടുണ്ട്. 9 of Pentacles വെച്ചിട്ട് നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടൊരു പേഴ്സണാണ്. ഓക്കെ, നിങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. അതേപോലെ തന്നെ അവരുടെയും അച്ചീവ്മെൻറ്റ്സിൽ നിങ്ങൾ അവരെ പുകഴ്ത്താൻ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അവിടെ നല്ലൊരു കാര്യം നടന്നു, അവർ ജോബിലായാലും ജീവിതത്തിലായാലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ സക്സസ്ഫുള്ളായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം അവർ ചെയ്തു, അവരിൽ എന്തെങ്കിലും നല്ലത് കണ്ടു, നിങ്ങൾ
അത് മനസ്സ് തുറന്ന് നിങ്ങൾ അഭിനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് എന്നെല്ലാം ഇവർക്ക് നന്നായി തന്നെ അറിയാം. അത് തിരിച്ചും ആ റെസ്പെക്റ്റും അവരും നിങ്ങളെ വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെയും അവർക്ക് റെസ്പെക്റ്റാണ്, നിങ്ങളുടെ കഴിവുകളെ ഇവർ ആദരിക്കുന്നു. തിരിച്ചും മ്യൂച്വലായിട്ടുള്ളൊരു റെസ്പെക്റ്റും സ്നേഹവുമാണ് അവിടെ കാണുന്നത് കേട്ടോ. പരസ്പരം നിങ്ങൾ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ, രണ്ടുപേരുടെ ലൈഫിൽ വേറെ എല്ലാം ഉണ്ട്, നിങ്ങൾ പരസ്പരം മിസ് ചെയ്യുകയാണ്. അതായത് നമ്പർ 9 എന്ന് പറയുമ്പോൾ 10 ഒരു നമ്പർ മിസ്സിങ് ആണ് അല്ലേ? ആ ഒരു നമ്പർ നിങ്ങളാണ് എന്നാണ്, അല്ലെങ്കിൽ അവരാണ് എന്നുള്ളതാണ് അവിടെ. അത് അവരും മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അവരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തിട്ടുമുണ്ട്, അവരത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. തിരിച്ചും അതേ ഫീലിങ്സാണ് അവർ നിങ്ങൾക്കായിട്ട് വെക്കുന്നത്. ഹൈ വാല്യൂവിലാണ് നിങ്ങളെ അവരുടെ ലൈഫിൽ കാണുന്നത് കേട്ടോ. അടുത്തത് 8 ഓഫ് കപ്സ് ആയിരുന്നു. അവിടെ ഡെത്തും ക്വീൻ ഓഫ് കപ്സും. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് ദൂരെയാണ്. ഇത് 2-3 സിനാറിയോ നമുക്കിതിൽ വരാം. ഒന്നുകിൽ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ വേണ്ടാതിരിക്കുകയാണ്, അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇവർ നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു പുതിയ ബിഗിനിങ്ങുമായിട്ട് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ സിനാറിയോ ഇവർ എബ്രോഡോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ദൂരെ ആയിരിക്കണം, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കണം. അവിടെ ഇമോഷണൽ സൈഡ്, നിങ്ങളുടെ സൈഡ് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ കാണാൻ വരണം, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഇരിക്കുന്നവരാണെങ്കിൽ അവിടെയും അവരുടെ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ 2-3 സിനാറിയോ നമുക്കിവിടെ എടുക്കാം. ഈ ഫീലിംഗ് അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ ഡിവൈൻ? എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഈ ഫീലിംഗ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിനെ അവർ ബഹുമാനിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ട്. പേജ് ഓഫ് വോൺസ് ആണ്. ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള എല്ലാ സാധ്യതയും ഈ പറഞ്ഞ കേസിൽ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ വ്യൂവേഴ്സുമായിട്ട് ഇവർ ടോട്ടൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെങ്കിലും ഇതേ മെസ്സേജോ കോണ്ടാക്റ്റോ തിരിച്ച് വരാൻ സാധ്യതയുണ്ടോ? കാരണം ഞാൻ 3 സിനാറിയോ ഇവിടെ പറഞ്ഞിരുന്നു ഡിവൈൻ. ടോട്ടൽ കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ, ഒരു ടോട്ടൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഇരിക്കുന്നവർക്കും കോണ്ടാക്റ്റ് വരാൻ സാധ്യതയുണ്ടോ? അതോ ലോങ് ഡിസ്റ്റൻസിലുള്ളവർക്ക് മാത്രമാണോ കോണ്ടാക്റ്റ് വരുന്നതെന്നൊന്ന് പറഞ്ഞു തരൂ. ടോട്ടൽ ബ്രേക്കപ്പായി പോയവർക്ക് തിരിച്ച് ഒരു കോണ്ടാക്റ്റ് വരുന്ന കാര്യം ഡൗട്ടാണ് കേട്ടോ. അത് രണ്ടും ഞാൻ പറയാൻ കാരണം ഞാൻ 3 സിനാറിയോ അവിടെ പറഞ്ഞിരുന്നു. എല്ലാവർക്കും ഒരേ സിറ്റുവേഷൻ ആയിരിക്കില്ല. നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലാണ്, പിണങ്ങിയിരിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് വരും. പക്ഷേ ടോട്ടൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ്, ഇനി ബന്ധങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇവർ പോയതാണെങ്കിൽ അവിടെ 10 ഓഫ് വോൺസ് ആണ്, ബ്ലോക്കേജ് ആണ് കാണുന്നത്. അവിടെ ഇവർ തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ് കേട്ടോ. ഞാനത് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. 6 ഓഫ് പെൻറ്റക്കിൾസ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുമായിട്ട് നിങ്ങൾക്ക് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടാവണം. വളരെ സ്നേഹമായിട്ട് ലവേഴ്സും വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും തന്നെ വർക്കിംഗ് ആയിരിക്കണം, ഒരുപക്ഷെ ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കണം. അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് വേണം, സ്നേഹം കൊടുത്ത് സ്നേഹം തരണം. അതേപോലെ ഒരു എന്താ പറയുക, ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരവരുടെ സ്നേഹം തുറന്നു പറയണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കേസിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്ത് തീരുമാനമായിരിക്കും എടുക്കുന്നത്? ഇവർ അത് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെ ഹൈ വാല്യൂ ആണ്. കാരണം അവിടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആഗ്രഹം അവർ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനെ വളരെയധികം റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കേസിൽ ഇവരുടെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു.
തീർച്ചയായും നിങ്ങളുടെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യപ്പെടും. കാരണം അവരും നിങ്ങളെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടൊക്കെ തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ഫീലിങ്സിനെ ഇവർ ഹൈ വാല്യൂ ചെയ്യുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ക്വീൻ ഓഫ് വാണ്ട്സ് വെച്ചിട്ട് ഇവർക്ക് നന്നായി തന്നെ അറിയാം നിങ്ങളെ അവർക്ക് റെസ്പെക്റ്റുമാണ്. നിങ്ങൾക്ക് അവരെയും റെസ്പെക്റ്റാണ്, ബഹുമാനമാണ്. അവർക്ക് നിങ്ങളെയും ബഹുമാനമാണ് കേട്ടോ. സ്നേഹത്തോടൊപ്പം അട്രാക്ഷനോടൊപ്പം തന്നെ ബഹുമാനത്തോടു കൂടി, ഒരു പരസ്പര ബഹുമാനത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം കാണുന്നത്. അവരോടുള്ള ഫീലിംഗ് എന്താണ് എന്നുള്ളത് ഇവർ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് എന്ത് 2 ഓഫ് കപ്സ് അവർ തിരിച്ച് സ്നേഹം തരും, റെസ്പെക്റ്റ് തരും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. അവിടെ യാതൊരു സംശയവും വേണ്ട. അവർക്ക് തിരിച്ചും നിങ്ങളോട് അത്രയും തന്നെ സ്നേഹവും റെസ്പെക്റ്റും ഉണ്ട്. നിങ്ങളെ അവർ ഹൈ വാല്യൂവിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ആകെ ഒരു ഗ്രൂപ്പുകാർക്കാണ് ഒരു ഗോയിങ് അവേ എന്നുള്ളൊരു അതിലും കുറച്ച് ശതമാനം പേർക്ക് മാത്രമേ ഒരു പ്രോപ്പർ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ അവർ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ഉള്ളൂ. മറ്റുള്ളവർക്ക് അവരുടെ ഫീലിംഗ് മനസ്സിലാക്കി അവരുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടും തന്നെ കാണുന്നു കേട്ടോ. മജീഷ്യൻ, നിങ്ങളൊരു പേഴ്സണെ പറ്റി തന്നെ തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നിങ്ങളുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാനിഫെസ്റ്റ് ആവും. അത് അവർക്കും അവിടെ ഫീൽ ചെയ്യും. നിങ്ങളിവിടെ ചിന്തിക്കുന്ന സമയത്ത് അവർക്കും അവിടെ നിങ്ങളുടെ ചിന്തകൾ വരും ഓട്ടോമാറ്റിക്കായിട്ട് കേട്ടോ. അപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ അവരെ തീവ്രമായി സ്നേഹിക്കുന്നു. അവർ നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു. നിങ്ങളവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നെല്ലാം ഇവർ വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിൽ ഇവർക്ക് സന്തോഷമുണ്ട് കേട്ടോ. കാരണം ബട്ടർഫ്ലൈസ് ആണ് അവിടെ. അവർക്ക് വളരെയധികം സന്തോഷമാണ് നിങ്ങൾ അങ്ങനെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ. അവിടെ അവരുടെ ആക്ഷൻ എന്തായിരിക്കും ഡിവൈൻ? അവിടെ ഒരു സ്റ്റെബിലിറ്റിയാണ്. 10 ഓഫ് കപ്സ് നിങ്ങളെ അവരുടെ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്യാനും അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ്. 6 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെപ്പറ്റി അവരും തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ തമ്മിൽ ഒരുപാട് കാലത്തെ ബന്ധമായിരിക്കും. നിങ്ങളെപ്പോഴും അവരുടെ മനസ്സിലും ഉണ്ട്. നിങ്ങൾക്കുള്ള വാല്യൂ വളരെ ഹൈ ആണ്. അതായത് നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ അവർ തയ്യാറാണെന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ഹൈ വാല്യൂവിൽ തന്നെയാണ് ഇവിടെയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വെച്ചിരിക്കുന്നത്. ചാരിയറ്റ് വെച്ച് നിങ്ങൾ ഉറച്ച തീരുമാനവുമായിട്ടാണ് ഇവരുടെ അടുത്തേക്ക് വന്നിരിക്കുന്നതെന്ന് ഇവർക്ക് നന്നായി തന്നെ അറിയാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും ഇല്ല. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നും ഇവരുടെ കൂടെ ഉറച്ചു നിൽക്കും എന്നുള്ളൊരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് അവർക്ക് എന്തായാലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതേ ഉറച്ച തീരുമാനം എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഇവർക്കുണ്ടോ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഭയങ്കര ഹൈ വാല്യൂ ആണ് കേട്ടോ. അവരെ പോലെ ഉറച്ച തീരുമാനം എടുക്കാൻ പ്രാപ്തിയുള്ള ആൾക്കാർ എന്നുള്ള രീതിയിൽ ഭയങ്കര പോസിറ്റിവിറ്റി ആയിട്ടാണ് ഇവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കാറുള്ളത്. പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞ് ഉടനെ കയ്യിൽ കിട്ടിയ കാർഡ് സണ്ണായിരുന്നു. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് കപ്സ് അവിടെ ഉറപ്പായിട്ടും നിങ്ങൾ അവരുടെ ലൈഫിൽ നിങ്ങളുടെ ഉറച്ച തീരുമാനം പോലെ തന്നെ അവരുടെ ഉറച്ച തീരുമാനം തന്നെയാണ്. നിങ്ങളും അവരും പരസ്പരം ജീവിതത്തിൽ വെളിച്ചമായിട്ട് താങ്ങും തണലുമായിട്ട് പരസ്പരം സ്നേഹത്തോടെ ജീവിക്കണമെന്ന് തന്നെയാണ് അവരും ആലോചിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം അവരുടെ സൈഡിൽ നിന്ന് ഉറപ്പായിട്ട് കിട്ടും. ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് അവർ തീർച്ചയായും മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അവരോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ള കാര്യം. അതിന് ഇനി അവർക്ക് യാതൊരു ഡൗട്ടും വേണ്ട. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഏസ് ഓഫ് കപ്സ് ഞാൻ ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പരസ്പര സ്നേഹം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സ് നിറഞ്ഞു കവിയുന്ന സ്നേഹമാണ് നിങ്ങൾക്ക് അവരോട് എന്നുള്ളത് അവർ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള വാല്യൂ അവർ നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ വെച്ചിട്ടുമുണ്ട് കേട്ടോ. അവിടെ ഉറപ്പായിട്ടും അവർ നിങ്ങളെ വിട്ടു പോകുന്നുമില്ല. നിങ്ങളുടെ കൂടെ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെയും ഓവറോള് പോസിറ്റീവ് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ട്. ഒട്ടുമിക്ക പേരും തന്നെ അതിനൊരു പോസിറ്റീവ് സൈഡ് കണ്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യണം, നിങ്ങളെ ഒരു ഉയർന്ന ലെവലിലാണ് അവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നതെന്നൊക്കെ തന്നെയാണ് കണ്ടത്. വളരെ ചെറിയ ശതമാനം ആൾക്കാർക്കാണ്, അതും ഓൾറെഡി സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് നമുക്കൊരു നെഗറ്റീവ് മാത്രം അവിടെ കണ്ടത്. ഓക്കെ, ബാക്കി എല്ലാം തന്നെ പോസിറ്റീവായിട്ട് തന്നെയാണ് അവിടെ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്.
ഈ ഒരു ലെവലിലാണ് നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നത്. അവർക്ക് സ്നേഹം തന്നെയാണ്. നിങ്ങളുടെ സ്നേഹം അവർ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ വേറെ എന്താണ്? ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഹൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കുക കേട്ടോ. പേഴ്സണൽ റീഡിങ് ഇനി ഒരു 4-5 ദിവസത്തേക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ ഇനി അടുത്ത നമ്പർ സ്ക്രീനിലിടുന്ന സമയം കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. തൽക്കാലം ഒരാഴ്ചത്തേക്ക്, ഒരു 3-4 ദിവസത്തേക്ക് ഞാൻ പറയാം. 18th മുതൽ ഒരു 24th വരെ ഏകദേശം നമുക്ക് റീഡിങ് ഉണ്ടാവില്ല കേട്ടോ. വേറെന്താണ്? വീഡിയോസ് കഴിയുന്നതും പോസ്റ്റ് ചെയ്യാം, നോക്കട്ടെ. അപ്പോൾ എല്ലാവരും അതുവരെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.